മക്തബത്തു ഷാമില എന്നുണ്ട്. 70,000 കണക്കിന് 70,000 കണക്കിന് കിതാബുകളുണ്ട് മക്തബത്തു ഷാമില. ഇങ്ങനെ ഇപ്പോൾ നെറ്റിൽ അടിച്ചാൽ മതി. ആരാന്ന് ചോദിക്കും, നിങ്ങൾക്ക് മക്തബത്തു ഷാമില നോക്കിക്കൂടെ മൗലിയാരെ? ഞാൻ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? എടോ, മക്തബത്തു ഷാമില ഇപ്പോൾ ഇങ്ങനെ അടിച്ചാൽ നമുക്ക് 10,000 കണക്കായ കിതാബുകൾ ഫിഖ്ഹിൽ തഫ്സീറിൽ ഇങ്ങനെ വരും. ഞാൻ നോക്കൂല. എന്തുകൊണ്ട്? വിശ്വസിക്കാൻ പറ്റൂല. മക്തബത്തു ഷാമില നിയന്ത്രിക്കുന്നത് മൊത്തം സലഫികളാണ്. അതില് അവർക്കെതിരായ കിതാബിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട കിതാബിന്റെ ഭാഗങ്ങൾ ആ തമ്മാടികൾ എടുത്ത് നീക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതാണോ തൊട്ടാൻ പറ്റൂല. മക്തബത്തു ഷാമില നോക്കിയിട്ട് ഇന്നിപ്പോ ചില ആളുകൾ നമ്മളോട് പറയും മക്തബത്തു ഷാമിലുണ്ടോ നോക്കുക. ആർക്ക് വേണടാ നിന്റെ ചവറ് മക്തബത്തു ഷാമില? സലഫിയുടെ കയ്യിലല്ലേ മക്തബത്തു ഷാമില? 10,000 കണക്കിനുണ്ട്. ഇനി പകരം ഒരു പണി സുന്നിയാക്കില്ലല്ലോ, എന്നാ വേറൊരു സാധനം സുന്നിയാക്കുണ്ടായിക്കൂടെ? ഇതൊക്കെ തിരിച്ചുകൊണ്ടിട്ട് എനിക്ക് സംവിധാനങ്ങളുണ്ടല്ലോ. അത് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ട്? ഇന്ത്യ രാജ്യത്ത് ഏത് മതവും മറ്റൊരു മതത്തിനെ ഹനിക്കാതെ പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. പക്ഷെ പണിയുണ്ടാവും. മക്തബത്തു ഷാമില വിശ്വസിക്കാനേ പറ്റൂല. ആരുടെ കയ്യിലാ? സലഫിയുടെ കയ്യിലാ. എടുത്തു മാറ്റിയിട്ടുണ്ട്. മക്തബത്തു ഷാമിലയിൽ ക്രോഡീകരിച്ച ഹദീസുകളല്ല അൽബാനിക്കനുസരിച്ച്. അയാളെപ്പോലത്തെ ഒരു ആള് ഒരു മുസ്ലിം ലോകത്തെ നശിപ്പിച്ച ഒരു സാധനം അടുത്ത കാലത്ത് ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തുകൊണ്ട്? കടത്തിക്കൂട്ടി അവര് വിചാരിച്ച നടന്നു. പ്രിന്റിങ്ങിൽ വരുന്നോടുകൂടെ എന്താണ്? ആർക്കും എന്തു ചെയ്യാലോ പ്രിന്റിങ്ങിൽ. ആദ്യമായി പ്രിന്റ് ചെയ്ത് രാമായണം പ്രിന്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹിന്ദുക്കൾക്ക് നിയമമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ രാമായണം പ്രിന്റ് ചെയ്യുമ്പോൾ അവർക്ക് ദുഷ്ടലാക്കണ്ടാവുമല്ലോ. മുസ്ലിം ലോകത്തിന്റെ അസർ പണ്ഡിതന്മാര്, ടുണീഷ്യൻ പണ്ഡിതന്മാര്, മൊറോക്കോ പണ്ഡിതന്മാർ, ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും ഫത്വ നിലനിൽക്കുന്ന കാലത്താണ് 1530 മുസഹഫ് പ്രിന്റ് ചെയ്തത്. ആര്? വെനീസിൽ, ഇറ്റലിയിൽ. ആരായന് നേതൃത്വം നൽകിയത്? ഒരു പാതിരി. അയാൾ കത്തോലിക്ക പാതിരി, ലൂയിസ് മറാക്കി. അയാൾ എന്തിനാ ഇത്? അപ്പൊ ഇവിടുന്ന് ഇപ്പൊ വീണ്ടും നമുക്കൊരു കാട പഠിക്കാം. ആവശ്യത്തിനല്ലാതെ മുസഹഫ് പ്രിന്റ് ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോ പ്രിന്റിങ്ങിലെത്തി. അതപ്പോ ഇല്ലല്ലോ. കുട്ടികൾക്ക് ഇന്നത്തെ മക്കളാണ്, അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ടീപ്പോയിമേൽ വെക്കാൻ പാടില്ല മുസാഫ്. ഓതേണ്ടി വന്നാൽ തന്നെ കഴിഞ്ഞാൽ മേലൊക്കെ എടുത്ത് വെക്കണം. അതപ്പ് ദീന അതപ്പല്ലേ? അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലല്ല ദീന്. അല്ല എന്റെ ദീന്. എന്താണ് ദീന്? ദീന് എന്നാൽ അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹ് നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ഇതാണ് ദീന്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്തെന്നെ അവസ്ഥക്ക് മാറിയില്ലേ? ഡൈനിങ് ടേബിൾ മുസാഫ് വെക്കാനുള്ളതാണോ? ആണോ? അല്ലാതെ തിന്നാളല്ലേ? ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു മുണ്ട് വിരിച്ച് ആ മുണ്ടിൽ മേലെ മുസാഫ് വെച്ച് ഞാൻ കസേരയിൽ ഇരുന്ന് ഖുർആൻ ഓതി കഴിഞ്ഞു. പക്ഷെ അത് പിന്നെ അവിടെ വെക്കാൻ പാടില്ല. അത് അവിടുന്ന് ഉയർത്തി വെക്കണം. ഇതെന്ത്? അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമാണ് നമ്മളാക്കിയത്. ആ കലാമ വിശദീകരിക്കലാണ് മുത്തറസുള്ളാഹ് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ദൗത്യം അല്ലേ? لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم لتبين للناس ما نزل إليهم ربنا وبعث فيهم. ഇബ്രാഹിം നബി ദുആർന്നു ഖുർആൻ വിശദീകരിക്കുന്ന നബിക്ക് വേണ്ടി. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب ويزكيهم. ആര് ദുആ ചെയ്തു? സയ്യിദുനാ ഇബ്രാഹിം. എന്ന് ദുആ ചെയ്തു? കഅബ പുതുക്കി പണിതപ്പോൾ അല്ലേ ഖുർആൻ. ടീപ്പോയി നോക്കല്ല. അദബില്ല. അദബ് എന്നുള്ള സംഭവം ഇല്ല. അദബ് എന്ന പ്രശ്നമില്ല. ഏത് കാര്യത്തിന്റെയും അടിസ്ഥാനം അദബ്. ഈ അദബ് അവർ വേണ്ടോളം സൂക്ഷിച്ചു. അബ്ദുൽ മജീദ് രണ്ടാമന്റെ ഒരു സംഭവം പറഞ്ഞു തരാം. അബ്ദുൽ മജീദ് രണ്ടാമൻ മരണക്കിടക്കെ കിടക്കുകയാണ്. ഞാൻ ഉസ്മാനിയ ഖലീഫമാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സംഭവമാണ്. അബ്ദുൽ മജീദ് രണ്ടാമന് മരിക്കാൻ കിടക്കുക. വയ്യ, അവസാനത്തെ കിടക്കയില. മകന് വസിയത്തിന്റെ അടുത്ത ഖലീഫയാക്കാൻ. അപ്പോൾ മരണക്കിടക്കെ കിടക്കുന്ന സമയത്ത് അക്കാലത്ത് രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ റിപ്പോർട്ട് രാജാവിൻ്റെ അടുത്ത് സമർപ്പിക്കണം. നിലവിൽ അദ്ദേഹത്തിന് രാജാവ്. അദ്ദേഹം മരിച്ചാലേ അടുത്ത മകൻ രാജാവുള്ളൂ. വസിയത്തുണ്ട്. അദ്ദേഹം മരണക്കിടക്കെ കിടക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് എണീക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് എന്നാ ഉദ്യോഗസ്ഥന്മാരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ രാജാവ് രോഗിയായി കിടക്കുന്ന റൂമിൽ കസേരട്ടു. ആ കസേരയിൽ ഇരുന്ന് ഓരോ രാജ്യങ്ങളെയും റിപ്പോർട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പൊ അതിങ്ങനെ കിടന്നുകൊണ്ട് ആ റിപ്പോർട്ടുകൾ കേൾക്കുന്നതിനിടയിൽ വസലു ഇലൽ മദീന പറഞ്ഞ് റിപ്പോർട്ട് വായിക്കുന്ന ഇടയിൽ എവിടെ എത്തി? മദീനയുടെ റിപ്പോർട്ട് എത്തിയപ്പോൾ വായിക്കരുത്. അനസ്തഹി ബൈന റബ്ബി വ ബൈന യദൈ റസൂലില്ലാഹ് വ അന അസ്മഉ അനിൽ മദീന വ അന മുൽതജിഉൻ.
ഞാൻ കടന്നുകൊണ്ട് മദീനയിലെ റിപ്പോർട്ട് കേൾക്കുന്നത് എനിക്ക് അള്ളാന്റെ കോടതിയിൽ എന്തു പറയും? നിർത്തി ഹെത്താത്തുജിരിസൂനി നിർത്തി. അങ്ങനെ ഉദ്യോഗസ്ഥന്മാര് ഇരുത്തി. നീ വായിക്കുക, മദീനയിലെ റിപ്പോർട്ട്. അന്ന് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാ അബ്ദുൽ മജീദ് രാജാവ്. വഹാബികൾ നശിപ്പിച്ചത് മുഴുവനും നിർമ്മിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാളി അബ്ദുൽ മജീദ് രാജാവാണ്. അബ്ദുൽ മജീദ് രാജാവ് ആരാന്ന് വെച്ചാൽ അബ്ദുൽ ഹമീദിന്റെ പാപ്പ. 1806 മുതൽ 1818 വരെ മക്കയിലും മദീനയിലും സലഫികൾ വഹാബികൾ നശിപ്പിച്ചത് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നത് മഹ്മൂദ് രണ്ടാമനും അബ്ദുൽ മജീദ് രാജാവുമാണ്. മഹ്മൂദ് രണ്ടാമന്റെ മകനാണ് അബ്ദുൽ ഹമീദ് രാജാവ്. അദ്ദേഹമാണ് അബ്ദുൽ മജീദ് രാജാവിന്റെ മകനാണ് ആര്? മഹ്മൂദ് രണ്ടാമൻ. അബ്ദുൽ മജീദ് രാജാവാണ് എന്ത് പറഞ്ഞത്? അങ്ങനെ പറ്റൂല, നിങ്ങൾ എന്നെ ഇരുത്തണം. മുസ്തഫ റസൂലുള്ളാഹിയുടെ നഗരത്തിന്റെ റിപ്പോർട്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് ഞാൻ കട്ടിലുകൾ കടന്നുകൊണ്ട് കേൾക്കാൻ എനിക്ക് കഴിയുകയില്ല. അത് അദബുകേടാണ്, അത് ഞാൻ ചെയ്യുകയില്ല. നിങ്ങൾ എന്നെ ഇരുത്തണം, ഞാൻ കേട്ടുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ ഒരു അദബ് എത്രയാ? നമ്മളിന്ന് ഖുർആൻ നല്ലൊരു എന്നെ നെഞ്ഞത്ത് ഇങ്ങനെ വെച്ച് പോകും. അപ്പൊ ഒരു അദബ് എത്രയാ? ഇത് രാജാവ് ചെയ്യണമെങ്കിൽ ആ രാജാവിന്റെ ദീനി പോലെ എത്രയാ? ഇതൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. മക്കയിലും മദീനയിലും അവർ ചെയ്തിട്ടുള്ള നിർബന്ധികളുടെ ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയും പറയാണ്ട് എത്രയോ. 1516 ഡിസംബർ 30 ജെറൂസലേമിൽ മുസ്ലിമാനികളെ കയ്യിലെത്തുമ്പോൾ ഒരു നിർമ്മിതിയില്ല. ആരെ കയ്യിൽ എത്തിയത്? മംലൂക്കികൾ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിനല്ലാതെ പുണ്യസ്ഥലങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഒരു വർക്കൊന്നും മംലൂക്കികൾ ചെയ്തിട്ടില്ല. മക്കായും മദീനയും ജെറൂസലേമും ഏറെ ശോചനീയമായ കാലത്താണ് മംലൂക്കികൾ. അങ്ങനെ 1516 സലീം ഒന്നാമന്റെ കയ്യിലെത്തി. 1517 അദ്ദേഹത്തിന്റെ ഭരണം ആരംഭിച്ചു. ശോചനീയമായ അവസ്ഥ. മംലൂക്കിയുള്ള കാര്യത്തിൽ നിർമ്മിതി ഒന്നുമില്ല. കാര്യമായ ആലിമ്യങ്ങളുമില്ല, ആലിമ്യങ്ങളെ സഹായിക്കൂല്ല. ഞാൻ പറഞ്ഞില്ലേ, അവരാകെ വളർത്തിയത് ഇബ്നു തൈമിയ്യ മാത്രമാണ്. സംരക്ഷിച്ചിരുന്ന ഒരുപാട് നിർമ്മിതികൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ കാലഘട്ടത്തിൽ യെരൂസലേമിന്റെ കോട്ടമതിൽ തകർന്നു പോയിരുന്നു. അങ്ങനെ സലീം ഒന്നാമൻ എന്ത് ചെയ്തു? സലീം ഒന്നാമൻ കോട്ടമതിൽ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തു. പക്ഷേ അപ്പോഴത്തിന് അദ്ദേഹം മരിച്ചുപോയി. പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ കോട്ടമതിൽ, ഇന്നും കാണുന്ന കോട്ടമതിൽ സുലൈമാനുൽ ഖാനൂനി നിർമ്മിച്ചാണ്. അൽ ഹായത്തുൽ ഖാനൂനി എന്നാണ് ഇപ്പോഴും പറയാ. അൽ ഹായത്തുൽ ഖാനൂനി, ഖാനൂനിയുടെ കോട്ടമതിൽ 3 കിലോമീറ്റർ ചുറ്റളവാണ്. വലിയ മതിൽ, ബൈത്തുൽ മുഖദ്ദസിന്റെ മതിൽ. ആര് നിർമ്മിച്ചതാ? സുലൈമാനുൽ ഖാനൂനി റഹ്മത്തുള്ളാഹി അലൈഹി. മതിയായില്ല, ഇന്ന് നമ്മൾ കാണുന്ന ഖുബ്ബത്തു സഖറ അത് നിർമ്മിച്ചത് സുലൈമാനുൽ ഖാനൂനിയാണ്. 1500 ശേഷം, ഏകദേശം 500 കൊല്ലായി. ഖുബ്ബത്തു സഖറ കണ്ടില്ലേ? മക്കായുടെ നിശാനിയായിട്ട് കഅബ, മദീനയുടെ നിശാനിയായിട്ട് പച്ച കുബ്ബ, ബൈത്തുൽ മുഖദ്ദസിന്റെ നിശാനിയായിട്ട് അതിന്റെ സിംബലായിട്ട് എന്താ നമ്മൾ കാണാറുള്ളത്? ഒരു ഗോൾഡൻ കുബ്ബ. ആ ഗോൾഡൻ കുബ്ബയെ നിർമ്മിച്ചതാരാ? ആ കുബ്ബ എന്റെ പിന്നീട് സ്വർണം കൊടുത്തത് ഇയാളാണ്, ഹുസൈൻ രാജാവാണ്. അതിനടിയിലെ പാറ, ആ പാറക്ക് മുകളിൽ കുബ്ബ, അതിന്റെ അടിയിലെ പാറ. അതുകൊണ്ട് പാറക്ക് മുകളിലുള്ള കുബ്ബ കൊണ്ട്, കുബ്ബയുടെ കാരണത്താൽ അതിനെ ഖുബ്ബത്തു സഖറ എന്ന് പറയും. പാറക്ക് മുകളിലുള്ള കുബ്ബ, ഖുബ്ബത്തു സഖറ. സഖറ പാറക്കല്ലേ. കുബ്ബയുടെ പ്രത്യേകത എന്താ? ഈ പാറയുടെ പ്രത്യേകത എന്താ? ഈ പാറ സ്വർഗത്തിനുണ്ടെന്നാണ്. ഈ പാറയാണ് സഖറത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പാറ. ഈ പാറയിൽ നിന്നാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയത്. ഇനി സയ്യിദ് ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിലൂടുക ഈ പാറയിൽ വന്നിട്ടായിരിക്കും. ഈ പാറയിലേക്ക് ഇറങ്ങി വരും ആര്? ഇസ്രാഫീൽ. അവിടുന്ന് ആ കാഹളത്തിലൂടുക. സൂറിലൂതല്ലേ? സൂറിലൂതൽ എവിടുന്നാണ്? ഫലസ്തീൻ നിന്നാണ്. അതുകൊണ്ടാണ് ഫലസ്തീനുമായി മുസ്ലിം ലോകത്തിന്റെ ഹൃദയബന്ധം. ഫലസ്തീനെ മറക്കാൻ മുസ്ലിം ലോകത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് തിയഡോർ ഹഡ്സൽ 1901 അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്ത്, നിങ്ങൾക്ക് രാജ്യത്തിന്റെ കടം മുഴുവനും വീട്ടാ, പിന്നെ തലമുറ ജീവിക്കാനുള്ള സമ്പത്ത് വരെ ബ്രിട്ടീഷ് പൗണ്ട്, ഗോൾഡ് പൗണ്ട് തരാം. 1500 ലക്ഷം കോടി ബ്രിട്ടീഷ് ഗോൾഡ് പൗണ്ട് തരാ നിങ്ങൾ ഫലസ്തീനം ജൂതന്മാർക്ക് കൈമാറിയാൽ എന്ന് പറഞ്ഞു. ആര്? തിയഡോർ ഹഡ്സൽ. തിയഡോർ ഹഡ്സലാണ് ആര്? അയാളാണ് സിയോണിസത്തിന്റെ ഫൗണ്ടർ. സിയോണിസം ഉണ്ടാക്കുന്നത് 1897 1897 അയാൾ ഹംഗറിക്കാരനാണ്, തിയഡോർ ഹഡ്സൽ. അയാൾ നേരെ അബ്ദുൽ ഹാമിദ് അന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട് രാജകുടുംബം. പക്ഷേ എന്ത് പറഞ്ഞേ? നിങ്ങളെ കയ്യിൽ ഞാൻ 1000 ലക്ഷം കോടി ഗോൾഡ് പൗണ്ട് വാങ്ങിയാൽ അള്ളാന്റെ കോടതി എന്ത് പറയും? ഇല്ല, അത് മുസ്ലിം സമുദായത്തിന്റെ ഇജ്ജത്താണ്.
ആ കുബ്ബയുടെ അടിയിൽ പാറയാ. ആ പാറയുടെ അടിയിൽ ഒരു വിശാലമായ ഗുഹ പോലെയുണ്ട്. ആ ഗുഹയിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇറങ്ങി നിസ്കരിക്കാം. അവിടെ ഇറങ്ങി നിസ്കരിച്ചിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആർക്ക് ഇമാമായി? അമ്പിയാക്കൾക്ക് ഇമാമായി റസൂൽ നിസ്കരിച്ചത് ഈ പാറയുടെ ചോട്ടില. പാറ സ്വർഗത്തിന് കൊണ്ടുവന്നതാണ്. ആ പാറയുടെ മുകളിലേക്ക് ഇറങ്ങി വരും അവസാന ദിവസം ആര്? ഇസ്രാഫീൽ. അവിടെ നിന്നാണ് എന്ത് ഓടുന്നത്? സൂറില്. മക്കായിൽ സംസം വെള്ളം ഉണ്ടായതുപോലെ ഈ പാറക്ക് മുകളിൽ ഒരു പുണ്യ തീർത്ഥം ഒരു കാലത്ത് ഒലിച്ചിരുന്നു. ഇസ്രായേലികളിൽ അക്രമവും അരാജകത്വവും വളർന്നപ്പോൾ ആ പുണ്യതീർത്ഥം നഷ്ടപ്പെട്ടു പോയി. അതാണ് ജയ്ഹൂൻ നദി. ആ ജയ്ഹൂൻ നദി എന്ന നദി ഇപ്പോൾ ഫലസ്തീനിലില്ല. ജയ്ഹൂൻ നദി ഇതിന്ന് പൊട്ടിമുളച്ചതാണ്, പൊട്ടി ഒലിച്ചതാണ്. എവിടുന്ന്? ഈ പാറയിൽ. ആ പാറയുടെ മുകളിൽ മറുവാൻ കുബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കുബ്ബത്തുൽ മറുവാനി എന്ന് പറയും. പിന്നീട് മർവാൻ ഇബ്നു ഹക്കം എന്ന അമവി രാജാവ് പിൽക്കാലഘട്ടത്തിൽ സുശക്തമായ കുബ്ബയെ നിർമ്മിച്ചു. ആര്? സുലൈമാൻ ഖാനൂനി. സുലൈമാൻ ഖാനൂനിയുടെ മരണം 1566. ഖുദ്സിനെ ഷരീഫ് എന്ന് ഖുദ്സു ഷരീഫ് എന്ന് നാമകരണം ചെയ്തതും സുലൈമാൻ ഖാനൂനിയാണ്. മാത്രമല്ല ജൂതന്മാർക്ക് ഖുദ്സിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് സുലൈമാൻ ഖാനൂനിയാണ്. നേരത്തെ ഇസ്രായേൽ പുറപ്പെടുവിച്ച റിപ്പോർട്ട് തന്നെ ഇന്നലെ മിനിഞ്ഞാന്നത്തെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിരുന്നു. സുലൈമാൻ ദി മാഗ്നിഫിഷ്യന്റിന്റെ കാലത്ത് ചിട്ടയായ സർക്കാർ മെച്ചപ്പെടുത്തൽ കൊണ്ടുവരികയും യഹൂദ കുടിയേറ്റത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു എന്ന് ഇപ്പോഴത്തെ ഇസ്രായേലി സർക്കാർ പുറപ്പെടുവിച്ച അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ വായിച്ചത്. അത് അവരുടെ സൈറ്റിൽ കിട്ടും. കിട്ടാത്തവർക്ക് സൈറ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കാം. അത് അവിടുന്ന് ആ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ശ്രദ്ധിക്കണം. അതായത് ജൂത കുടിയേറ്റത്തെ ഉത്തേജിപ്പിച്ചു. പരമാവധി ജൂതന്മാരെ കൊണ്ടുവന്നു. എങ്ങോട്ട്? ഫലസ്തീനിലേക്ക്. ഒരു വിരോധമില്ല, അവർ താമസിച്ചോട്ടെ. മുസ്ലിമീങ്ങളുടെ രാജ്യം, സൗകര്യം. ഉമർ ഇബ്നു ഖത്താബിന്റെ കാലം മുതൽ മുസ്ലിമീങ്ങളുടെ രാജ്യം. പക്ഷേ എല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ന്റെ കാലത്ത് അന്ന് പാതിരിമാര് താക്കോലേൽപ്പിക്കുമ്പോൾ പറഞ്ഞു, ജൂതന്മാർക്ക് ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യവും താമസ സൗകര്യവും ചെയ്തു കൊടുക്കരുത് എന്നാണ്. ആരോട് ചെയ്തത് കരാറ്? അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ, പ്രത്യേകിച്ച് ജൂതമതം പോലെ സമാവിയായ മതത്തിന്റെ ആളുകളെ ജെറൂസലേമിൽ പാർപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് കരാർ ചെയ്യൂല. അത് അള്ളാഹുവിന്റെ നിയമത്തോട് ചെയ്യുന്ന പാതകമാണ്. ഞാൻ മുസ്ലിങ്ങളെ പോലെ ഇവിടെ ആരും പാർക്കട്ടെ, മുസ്ലിം ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന നിയമം കൊണ്ടുവന്നത് ആരാ? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബാണ്. അതുവരെ കോൺസ്റ്റാന്റൈന്റെ കാലം മുതൽ, കോൺസ്റ്റാന്റൈന്റെ കാലം എന്ന് പറഞ്ഞാൽ AD 4-ാം നൂറ്റാണ്ട്, ഇത് AD 636. ഈ ഭരണം ഏറ്റെടുക്കുന്ന 636 ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. 636 ഹബീബായ റസൂൽ വഫാത്താകുന്നത് 632. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം 634 വരെ. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യെരൂസലേം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈയിൽ വരുന്നത് AD 636 അന്നുള്ള കരാറിലാണ്. എന്റെ ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു ജൂതന്മാർക്ക് ഇവിടെ അധികാരം കൊടുക്കരുത്, താമസ സൗകര്യം കൊടുക്കരുത്. അത് പറയാൻ പറ്റില്ല, ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് സുലൈമാൻ ഖാനൂനിയുടെ കാലത്ത് 10 ഇരട്ടിയിലേറെ. കാരണം എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ വർഗീയത പാടില്ല, ഒന്നുമില്ല. ചിന്തിക്കണം. എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തു. പിൽക്കാലത്ത് യൂറോപ്പിൽ നിന്ന് ഒരു റെയിൽവേ വന്നിട്ടുണ്ട്. എങ്ങോട്ട്? ഹിജാസിലേക്ക്. മക്ക മദീന എൻഡ്. അതായത് യൂറോപ്പിൽ നിന്ന്, ഗ്രീൻലാൻഡിൽ നിന്ന് കടലും കടന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ, ഗ്രീൻലാൻഡിൽ നിന്ന് കടലും കടന്ന് ഇങ്ങോട്ട് വന്നാൽ നോർവേ, സ്വീഡൻ. ഇവിടുന്ന് ഒരാൾക്ക് ട്രെയിനിലാണ് കയറിയാൽ അയാൾക്ക് ഇങ്ങനെ വരാം. ഇതാ ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് സമുദ്രമുണ്ട്. ഇവിടുന്ന് അയാൾക്ക് നോർവേയിലെത്തും. നോർവേയിൽ അയാൾക്ക് ട്രെയിൻ കയറിയാൽ ഇങ്ങനെ തന്നെ അയാൾക്ക് അങ്ങനെ വന്ന് അയാൾക്ക് ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഏതുവരെ? ബൾഗേറിയ, ഉക്രൈന്, നെതർലാൻഡ്, ബെലാറസ്, ഇങ്ങനെ വന്നിട്ട് സ്വീഡന്, ഇങ്ങനെ ഫിൻലൻഡ്, ചെക്കോസ്ലോവാക്യ, ഇങ്ങനെ ഹോളണ്ടിന്റെ ചില ഭാഗങ്ങൾ, ഇങ്ങനെ അയാൾക്ക് വന്നിട്ട് നേരെ പിന്നെ റൊമേനിയ, പിന്നെ ബെൽഗ്രാഡ്, സോഫിയ, ഇങ്ങനെ അയാൾക്ക് വന്നിട്ട് ഏത് വരെ വരാം? അയാൾക്ക് ഇവിടെ വരെ വരാം. ഇസ്താൻബൂൾ വരെ വരാം. ഇസ്താൻബൂളിൽ നിന്ന് 1 കിലോമീറ്റർ ഒരു ചങ്ങാടത്തിൽ കടത്തും. ചങ്ങാടത്തിൽ കടത്തിയാൽ വീണ്ടും അയാൾക്ക് ഇവിടെ കയറാം. നേരെ പിന്നെ അയാൾ ഇറങ്ങുക എവിടെയായിരിക്കുമെന്നറിയോ? പിന്നെ അയാൾ ഇങ്ങനെ വരും. അയാൾ ഇങ്ങനെ വരും. അയാൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരും. ഇതെങ്ങനെ? ഈ റെയിൽവേ വരുന്നത് ഏത് വഴിയാ? ഈ റെയിൽവേ ജെറൂസലേം വഴി വരും. ഉസ്മാനികളുടെ കാലത്ത് ജെറൂസലേം വഴി റെയിൽവേ എങ്ങോട്ട്? മക്ക മദീനയിലേക്ക്. ജെറൂസലേം വരെ വരുത്താനുള്ള കാരണം എന്താ? ക്രിസ്തീയ തീർത്ഥാടകർ ഇഷ്ടം പോലെ ഉണ്ടാവും.
കാരണം മുസ്ലിങ്ങൾക്ക് പ്രധാനം പോലെയാണ് ആർക്കും, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. ഇത് നശിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധം. എന്തിനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു റെയിൽവേ തകർക്കുന്നത്? ആ റെയിൽവേ ഇന്നില്ല. 19, 20 നൂറ്റാണ്ടുകളിൽ ഈ റെയിൽവേ ഉണ്ട്. ഈ റെയിൽവേയുടെ പിതാവാര അബ്ദുൽ ഹമീദ് രണ്ടാമൻ, അദ്ദേഹത്തെയാണ് ഗ്രീസിലേക്ക് നാട് കടത്തിയത്. നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇനി അതല്ല, മക്കയിൽ പോയ ട്രെയിനിൽ കയറിയിരുന്നാൽ എവിടെ എത്തിയാൽ മതി? ഗ്രീൻലാൻഡിലെത്തും, നോർവേയിലെത്തും. നോർവേനെ നേരെ കപ്പലാണ് കയറിയാൽ ഗ്രീൻലാൻഡിലെത്തും. നേരെ അങ്ങോട്ട് പോവാം. അതിനിടയിൽ ഐസ്ലാൻഡ് ഉണ്ട്, നേരെ അങ്ങോട്ട് പോകാം. റെയിൽവേ മക്കയെന്ന് മദീനയില്. ആ റെയിൽവേ ഏത് വഴിയാണ്? ആ റെയിൽവേ ഇവിടെ ബാൾഫർ കടലെടുക്കൽ മാത്രം 1 കിലോമീറ്റർ ഇങ്ങനെ അങ്ങോട്ട് കയറും. ആ 1 കിലോമീറ്റർ ചങ്ങാടം യാത്രക്കാരെ പ്രത്യേകിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ. ആ സ്റ്റേഷൻ ഞാൻ വീണ്ടും കാണിക്കാം. ആ സ്റ്റേഷന്റെ ഏരിയകളും ഞങ്ങളൊക്കെ കാണിക്കാം. നേരെ ഒരാൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോർവേയിൽ കയറിയാൽ സ്വീഡന്, നോർവേ, ഫിൻലൻഡ്, പ്രദേശങ്ങളാ. ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ മക്കയിൽ ഇറങ്ങാം, മദീനയിൽ ഇറങ്ങാം. ആരാത് ചെയ്തത്? ഉസ്മാനികളല്ലാതെ ആരാ ചെയ്തത്? ആരും തകർത്തു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. അതിന് മുസ്ലിമീങ്ങൾ കൂടി കൊടുത്തു. ആര് കൂട്ടുകൂടി? വഹാബികൾ, സലഫികൾ. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഈ റെയിൽവേ അവർ പുനഃസ്ഥാപിച്ചോ? ഇല്ല. അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ല. അത് ജെറൂസലേമിലൂടെ കൊണ്ടുവന്നു. എന്തുകൊണ്ട്? ജെറൂസലേമിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, ജെറൂസലേമിന്റെ സിറ്റിയെ വളർത്തുക. അവിടെ ജൂത, ക്രൈസ്തവ, മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം എത്തും. മദീനത്തുൽ ഖുദ്സിന് 3 കിലോമീറ്റർ ദൂരത്തിൽ വിശാലമായ കോട്ടമതിൽ പണിതു. അതേല സ്വർഗത്തിലെ പട്ടണമാണ് ഖുദ്സ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ചാനലുകളുടെ അറ്റകുറ്റപ്പണികൾ അദ്ദേഹം നടത്തി. ജെറൂസലേം നഗരത്തിൽ ഒരുപാട് കുളങ്ങൾ ഉണ്ടാക്കി, ജലധാരകൾ നിർമ്മിച്ചു. ആ ജലധാരകൾ ഇന്നുണ്ട്. സുലൈമാനി കുളം എന്ന കുളമുണ്ട്. അത് ഇന്ന് ജെറൂസലേമിൽ കാണുന്ന സുലൈമാനി കുളം സുലൈമാൻ നബിയുടേതല്ല, സുലൈമാൻ ഖാനൂനിയുടേതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ആരാ? റൊക്സാന. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തീയ പെണ്ണായിരുന്നു റൊക്സാന, അടിമപ്പെണ്ണ്. പിന്നെ അവർ വന്നിട്ട് ഇസ്താൻബുളിൽ നിന്ന് മുസ്ലിമായി. ഈ അടിമപ്പെണ്ണിനെ പിന്നെ കല്യാണം കഴിച്ചു. ആര്? സുലൈമാൻ മാഗ്നിഫിഷ്യന്റ് കല്യാണം കഴിച്ചു, ഖാനൂനി. അവര് മക്കയിലും മദീനയിലും ഒക്കെ ജെറൂസലേമിൽ ഇഷ്ടംപോലെ സത്രങ്ങൾ ഉണ്ടാക്കി, ഫ്രീ ഭക്ഷണം. 1000കണക്കായ ആളുകൾക്ക് സദാ നേരം ഭക്ഷണം. ഖുറം സുൽത്താന എന്നാണ് അവരുടെ പേര്. ലോക ചരിത്രത്തിൽ ആദ്യത്തെ വുമൺ ഹോസ്പിറ്റൽ റൊക്സലാനയുടേതാണ്, അഥവാ ഖുറം സുൽത്താന. ആരുടെ? ചക്രവർത്തിനി സുലൈമാൻ ഖാനൂനിയുടെ ഭാര്യ. ഇതൊക്കെ നടന്നതാ ലോകത്ത്. ഇന്നുണ്ടോ നമ്മൾ ഒരു പെണ്ണുങ്ങൾക്ക് ആശുപത്രി? പെണ്ണുങ്ങൾക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ അങ്ങനത്തെ ആശുപത്രി. സ്ത്രീകൾക്ക് ആശുപത്രി കൈകാര്യം ചെയ്ത സ്ത്രീകൾ. അപ്പൊ സ്ത്രീകൾ ആശുപത്രി, ഡോക്ടർമാർ, സംവിധാനങ്ങൾ. എവിടെ? യൂറോപ്പ് നിറച്ച്, ഏഷ്യ നിറച്ച്. യൂറോപ്പിന് മുക്കാൽ ഭാഗം ഒരേ കയ്യിലല്ലേ. ഇവരെയാണ് ഭൗതികമായ താല്പര്യത്തിനും പൊളിറ്റിക്കൽ താല്പര്യം തന്നെയാണ് വഹാബിസം എന്നാൽ. ഒരു പൊളിറ്റിക്കൽ താല്പര്യമാണ്, റിലീജിയസ് താല്പര്യമേ അല്ല, പൊളിറ്റിക്കൽ താല്പര്യ. ഒരുപാട് രാജകീയ കിച്ചണുകൾ ഉണ്ടാക്കി, എല്ലായിടത്തും മദ്രസകൾ ഉണ്ടാക്കി. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് എല്ലാവർക്കും മദ്രസകള്, എല്ലാ സൗകര്യങ്ങളും. പിന്നെ ദർവേഷ് ലോഡ്ജുകള്, സത്രങ്ങള്. ദർവേഷ് ലോഡ്ജുകൾ എന്ന് പറഞ്ഞാൽ സൂഫികൾ ഇങ്ങനെ നാട് വിട്ട് നടക്കും. വീടും നാടൊന്നുമില്ല, എവിടെയും പോയി പാർക്കും. അള്ളാഹ്ക്ക് വേണ്ടി അങ്ങനെ ജീവിക്കണ ഒരു കൗമ് അവരെ ദർവേഷ് സൂഫികള്. നാട് വീടൊന്നുമില്ല, ഷാക്കിരിങ്ങളാണ്. അങ്ങനെ അതൊന്നും ഇപ്പൊ ഇന്നില്ലല്ലോ. ഭൂമിയിൽ ഒരുപാട് നഷ്ടപ്പെട്ടു, ഭൂമിക്കുള്ളതിനും നഷ്ടപ്പെട്ടു പോയി. ദർവീഷ് ഖാൻ എന്ന സാധനം ലോകത്ത് കണ്ട വഹാബികൾ പൊളിക്കും. കാരണം അതിലൂടെ പ്രചരിപ്പിച്ച എന്താ? ത്വരീക്കത്തുകൾ ഇവർക്ക് ശിർക്കാണ്. തന്നെ കാര്യം. ഈ രാജാക്കന്മാരോ ഒക്കെ ത്വരീക്കത്തുകാര്, ലക്ഷബന്ധിയ ത്വരീക്കത്തുകാരനായിരുന്നു. ആര്? സുലൈമാൻ ഖാനൂനി. സുലൈമാന്റെയും ഖുറം സുൽത്താനയുടെയും ഈ റൊക്സലാന എന്ന ആ മഹദിയുടെയും അവർ നേരത്തെ ക്രിസ്തീയ അടിമ സ്ത്രീയാ, പിന്നെ അവർ മുസ്ലിമത്തായി രാജാവ് കല്യാണം കഴിച്ച. അവരുടെ രണ്ടാളുടെയും മകളാണ് മെഹരിമ സുൽത്താന. ഒരുപാട് സമയം ജെറൂസലേമിൽ താമസിച്ച് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. മക്കയിലും ആ പെൺകുട്ടി വന്നിട്ടുണ്ട്. അറഫയിൽ ആളുകൾക്ക് വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങൾ മെഹരിമയാണ് ചെയ്തത്. അവരുടെ മകനാണ് സലീം രണ്ടാമന്. ഇതേ പ്രവർത്തനം അവരും തുടർന്നു. ഇവരുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ആർക്കിടെക്ട് ഉണ്ട്, അയാളാണ് മിമർ സിനാൻ എന്ന് ഇംഗ്ലീഷിൽ കാണും. മെമ്മർ സിനാൻ. ഇയാൾ മൈക്കൽ ആഞ്ചലോവിനേക്കാൾ വലിയ ആളാണ് എന്നാണ് ചരിത്രം. മൈക്കൽ ആഞ്ചലോവിനേക്കാളും വലിയ ആളാണ് മെമ്മർ സിനാൻ. ഇവരുടെ ആർക്കിടെക്റ്റാണ്. ആരുടെ? മക്ക മദീനയിലെ മൊത്തം നിർമ്മിതി. അവർക്ക് നിബന്ധന ഉണ്ടായിരുന്നു. ഇവരുടെ അദബ് എന്താ? അദബ് മദീനയിൽ പരിശുദ്ധ മസ്ജിദ് നബിയേക്കാൾ ഉയർന്ന ഒരു കെട്ടിടത്തിന് അനുമതി കൊടുക്കൂല. കഅബാലയത്തിനേക്കാൾ ഉയർന്ന ഒരു കെട്ടിടത്തിന് അനുമതി കൊടുക്കൂല അവസാനത്തെ സുൽത്താൻ വരെ. മക്കയിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം മസ്ജിദുൽ ഹറമായിരിക്കണം. മദീനയിലെ ഏറ്റവും വലിയ കെട്ടിടം
നബി വരും. ഇന്നത്തെ അവസ്ഥ എന്താ? അവരുടെ കാലത്ത് കെട്ടിടങ്ങൾക്ക് ഹൈറ്റ് കുറച്ചു. മക്കായിലും മദീനായിലും ജെറൂസലേമിലും. ആര്? ഉസ്മാനികൾ. എന്നാ അവർക്ക് അവരെ കയ്യിൽ ആളില്ലേനോ? മെമ്മർ സിനാൻ, ഇംഗ്ലീഷുകാർ മെമ്മർ സിനാൻ എന്ന് പറയുന്ന ആളുണ്ട്. അയാൾ മൈക്കൽ ആഞ്ചലോവിനേക്കാൾ വലിയ ആളാണെന്ന ഒരഭിപ്രായം. അയാൾ ഇവരുടെ ആർക്കിടെക്റ്റാ. ആരുടെ? ഉസ്മാനി. മെമ്മർ സിനാന്റെ കാലഘട്ടം എന്ന് പറഞ്ഞ ഒരേ കാലഘട്ടമാണ്. മൂന്നാള് ലോക ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ പെയിന്റർമാരും ശില്പികളും ആർക്കിടെക്റ്റുകളും എന്ന മൂന്നാളുകളെ ഞാൻ പറയാം. മൂന്നാള് ഒരേ കാലക്കാരാ. ഒന്ന് ലിയനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ കാലം 1452 മുതൽ 1519 വരെയാണ്. ഒരു ജനത, ഒരു ഭരണാധികാരി പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇത്തരം ആളുകൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഈ മൂന്നും ഉണ്ടാവുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ സുലൈമാൻ കാലഘട്ട. ആര്? ഒന്ന് ലിയനാർഡോ ഡാവിഞ്ചി. സലീം ഒന്നാമന്റെയും കാനൂനിയുടെ കാലം തുടങ്ങുക 1519 ഡാവിഞ്ചി മരണപ്പെട്ടു. ഡാവിഞ്ചി ഇന്ന് ലോകത്തെ കഥാപാത്ര. ഡാവിഞ്ചിയുടേതാണ് പിന്നീട് ഈ അടുത്ത കാലഘട്ടത്തിൽ ഡാൻ ബ്രൗൺ കൊണ്ടുവന്ന ഡാവിഞ്ചി കോഡ്. ലോകപ്രശസ്തമായ നോവലാണ് എന്ത്? ഡാവിഞ്ചി കോഡ്. ഈ കഴിഞ്ഞ 2000 ശേഷം ലോകത്തെ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഡാവിഞ്ചി കോഡാണ്. ലിയനാർഡോ ഡാവിഞ്ചിയെ ചുറ്റിപ്പറ്റിയ ഒരു കാര്യമാണ്. അത് ഞാൻ പിന്നീട് ഡാവിഞ്ചി കോഡിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തും. പിന്നീട് അതിൽ ചില രഹസ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നീട് ഒരു പ്രസംഗം നടത്താം. ഡാവിഞ്ചിയുടെ മരണം 1519. മൈക്കൽ ആഞ്ചലോ 1475 മുതൽ 1564 വരെയാണ്. 1475 മുതൽ 1564 വരെയാണ്. ആര്? മൈക്കൽ ആഞ്ചലോ. ലോകം കണ്ട ഏറ്റവും വലിയ ശില്പിയാണ്. ആര്? ലോകം കണ്ട ഏറ്റവും വലിയ പെയിന്ററാണ്. ആര്? ചിത്രകല വിദഗ്ധനാണ്. ആര്? ഡാവിഞ്ചി. ഡാവിഞ്ചി ആണല്ലോ ഏത് ചിത്രം വരച്ചത്? മോണോലിസ. മൈക്കൽ ആഞ്ചലോ ലോകം കണ്ട ഏറ്റവും വലിയ ശില്പി. അദ്ദേഹം മരിക്കുന്നത് 1564. 1564 വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താ? 1564 ഷേക്സ്പിയർ ജനിക്കുന്നത്. വീണ്ടും പ്രത്യേകത ഉണ്ട്. 1564 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് 1566 സുലൈമാൻ ഖാനൂനി മരിക്കുന്നത്. അപ്പൊ ഇവര് മൂന്നാല് കാലഘട്ടം ഏകദേശം ഒന്നാണ്. 1452 1519 ഡാവിഞ്ചി മരിച്ചു. 1564 മൈക്കൽ ആഞ്ചലോ മരിച്ചു. മെമ്മർ സിനാൻ വരുന്ന 1588. ഇതെല്ലാം 16-ാം നൂറ്റാണ്ട് കലകളുടെ ഒരു കാലഘട്ട. ഈ കല മുഴുവൻ ആരുപയോഗപ്പെടുത്തി? ഉസ്മാനികള്. യൂറോപ്പിലെ മുഴുവനും പാലം കിട്ടിയത് ഇവരാ. യൂറോപ്പിൽ ഇന്ന് കാണുന്ന കലാപരമായ പാലങ്ങളുടെ പിതാക്കൾ ആരാ? ഉസ്മാനികൾ. ഇനി ശില്പികൾ അവർ ഉപയോഗപ്പെടുത്തി. ഡാവിഞ്ചിയെയും അതേപോലെ തന്നെ ഡാവിഞ്ചി അവരെ ക്ഷണിച്ച തെളിവുകളുണ്ട്. ആഞ്ചലോയെ ഉപയോഗപ്പെടുത്തിയ തെളിവുകളുണ്ട്. മൈക്കൽ ആഞ്ചലോവിനെ. അക്കാലത്ത് യൂറോപ്പ് എന്ന് പറഞ്ഞ അവസ്ഥ എന്താണ്? യൂറോപ്പിൽ ഒരു കലയും ഒരു ശാസ്ത്രവും വളരാത്ത കല. ഏത് കലയെയും അവർ വിഷം കൊടുത്താ കൊന്നത്. ഗലീലിയോവിനെ വിഷം കൊടുത്തുന്നവരാണ് യൂറോപ്യന്മാര്. വ്യക്തമായ ചരിത്രം ഞാൻ പിന്നെ പറയും. എവിടെയെല്ലാം കലയുണ്ടോ, എവിടെയെല്ലാം സാഹിത്യമുണ്ടോ, എവിടെയെല്ലാം നിർമ്മാണങ്ങളുണ്ടോ. അതേ സമയത്ത് തുർക്കി കലകൾ ഇന്ന് ലോകപ്രശസ്തമായ ആർക്കിടെക്ചറൽ വർക്കുകളാണ്. ആരുടേത്? തുർക്കികളുടേതാണ്. ലോകപ്രശസ്തമാണ്. ഇതെല്ലാം ആരുടേതാ? ഉസ്മാനികളുടെ. മക്കായിൽ മദീനായിൽ അതിമനോഹരമായ കെട്ടിടങ്ങൾ, അതിന് സമാനമായ കെട്ടിടം മക്കയിൽ ഉണ്ടാൻ പാടില്ല. അതേ സമയത്ത് ഇന്ന് മക്കയിലെ അവസ്ഥ എന്താ? ഇന്ന് മക്കയിൽ കഅബ ഒരു വിഷയം തന്നെ, മസ്ജിദുൽ ഹറാം ഒരു വിഷയം തന്നെയില്ല എന്നല്ല. മക്ക നഗരത്തിന്റെ പട്ടണം ഒരു ഫോട്ടോ നമ്മൾ കണ്ടാൽ ഹറം ഷരീഫ് കാണുക പോലും ഇല്ല. ആണോ? അല്ലേ? നമ്മൾ കാണുന്നത് എന്താ? തമ്മാടികൾ കള്ളു കുടിച്ച് കിടക്കുന്ന ലോഡ്ജുകൾ. എന്നിട്ട് ഇവരെയാണോ ഇവരെ 10 വേണോ നിങ്ങൾ സ്വീകരിക്കണം? ഇവര് പുറത്താക്കിയവരാ ഉസ്മാനികൾ. ഉസ്മാനികൾക്കെതിരെ ലോക ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് 2 വിഭാഗം യുദ്ധം ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഷിയാക്കൾ, ഒന്ന് വഹാബികൾ. അതുകൊണ്ട് 800 കൊല്ലക്കാലം മുസ്ലിങ്ങൾ അതിർത്തി കാത്തത് ഉസ്മാനികളാ. കണ്ണിലെ കൃഷ്ണമണി പോലെ. അവസാനം മരിക്കുമ്പോൾ, സുലൈമാൻ ഖാനൂനി മരിക്കുമ്പോൾ അദ്ദേഹം ഹംഗറിയിലാണ്. എന്തിനാ ഹംഗറിയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ? 72 വയസ്സാണ്. ഡോക്ടർമാർ പറഞ്ഞു പോകരുത്. അതിന് കാരണം എന്താ? ഒരു മുസ്ലിമായ അംബാസഡറെ ഹംഗറിക്കാർ കൊന്നു. ഒരു നീതിപരമായ ഒരു കടലാസ് കൊടുത്തയച്ച അയാളെ കയ്യിൽ ഹംഗറിയിലേക്ക് കൊന്നു. അപ്പോൾ ഹംഗറിക്കെതിരെ യുദ്ധത്തിന് പോയി ആര്? സുലൈമാൻ ഖാനൂനി. ആളുകൾ ഡോക്ടർമാർ പറഞ്ഞു പോകരുത്. അപ്പോൾ പറഞ്ഞ് ഒരു നീതിമാനായ മനുഷ്യനായ ഒരു അംബാസഡറെ യൂറോപ്യന്മാർ കൊല്ലുക, എന്നിട്ട് ഞാൻ എന്റെ പായക്കടന്ന് മരിക്കുക, എന്നിട്ട് എന്റെ റബ്ബിനോട് എന്താ പറയാ? 72-ാമത്തെ വയസ്സിൽ യുദ്ധത്തിന് പോയി ഹംഗറിക്കെതിരെ സുലൈമാൻ ഖാനൂനി. ആ യുദ്ധത്തിലാണ് മരിക്കണത്. മയ്യത്ത് കൊണ്ടുവരാൻ 1.5 മാസം എടുത്തു. എന്തേ? ഭാര്യയുടെ അടുത്ത് കിടക്കണമെന്നായിരുന്നു മോഹം. ഭാര്യ അടിസ്ഥാന ക്രിസ്ത്യാനി പെണ്ണ് റൊക്സലാന.
പിന്നെ അവർ ഖുറം സുൽത്താനയായി, അതിൽ കുട്ടികളുണ്ടായി. സുലൈമാനി മസ്ജിദിലാണ് അവരുടെ മക്ബറ. ആ മക്ബറയിൽ തൊട്ടടുത്ത് കിടക്കൽ അവരുടെ ആഗ്രഹം. കാരണം ദായിക്കുണമിന് പച്ചവെള്ളം പോലെയായിരുന്നു ഈ ഖുറം സുൽത്താന എന്ന പെണ്ണിനെ രാജാവിന് ഇഷ്ടം. എന്നും പാട്ട് പഠിക്കും ഈ പെണ്ണ്. പഴയ കാലത്ത് റൊമേനിയയിലെ ചർച്ചിലെ പാട്ടുകാരിയാണ്. അപ്പൊ എന്താ ക്രിസ്തീയ പാട്ടേ അറിയുള്ളൂ. ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊടുക്കും. രാജാവിന് ഭയങ്കര ഇഷ്ടമാണ്. അവര് എല്ലാവിധ കലകളെയും മക്ക മദീന എല്ലാ സൗകര്യം ഏർപ്പെടുത്തി. പക്ഷേ നിയമമുണ്ട്. 1909 അവസാനത്തെ ഉസ്മാനിയ ഖലീഫയെ പുറത്താക്കുന്നവരെ നിയമമാണ് എന്ത്? മസ്ജിദുൽ ഹറാമിനേക്കാൾ വലിയ ഒരു കെട്ടിടം മക്കയിൽ ഉണ്ടാകാൻ പാടില്ല. മസ്ജിദ് നബിയേക്കാൾ വലിയ ഒരു കെട്ടിടം മദീനയിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്നോ സലഫികൾ, വഹാബികൾ സിദ്ദീഖുൽ അക്ബറിന്റെ വീട് അമേരിക്കക്ക് വിറ്റ് ഹിൽട്ടൺ ഹോട്ടൽ ഉണ്ടാക്കി. മക്കായുടെ ചിത്രം നോക്കിയാൽ മക്ക ഹറമോ കാബയോ കിട്ടുകയല്ല. എന്നിട്ട് നിങ്ങൾ പറയാം ഇവരാണ് ദീന് പാക്ക് ചെയ്ത് നമ്മളെ പെരിയക്ക് ഇങ്ങനെ നേരത്തിന് ദീന് പാക്ക് ചെയ്ത് വഹാബി മൗലവിമാര് താടിവാലന്മാർ കൊടുത്തയച്ചത് മുണുങ്ങുകയും കുറച്ച് താടി നീട്ടുകയും ചെയ്താൽ സ്വർഗത്തിൽ പോകും. ആദ്യം വേണ്ടതേടാ ദീനാണ്, താടിയല്ല. എല്ലായിടത്തും അവര് വലിയ വലിയ സേവനങ്ങൾ ചെയ്തു. 12 പടികളുള്ള മിനാരമുണ്ടാക്കി മസ്ജിദുൽ മത്താഫില്. ആർക്ക് വേണ്ടി? മുഅദ്ദിന് ബാങ്ക് കൊടുക്കാൻ. സംസം കിണറിന് വേറെ കെട്ടിടം ഉണ്ടാക്കി. അതിന്റെ താഴെ വലിയ ഹൗളുണ്ടാക്കി സംസം കിണറിൽ നിന്ന് മുക്കി കുളിക്കാൻ. അതൊക്കെ ഈ അടുത്ത കാലത്താണ് നീക്കിയത്. സംസം കിണറിലേക്ക് ഒടുക്ക് കെട്ടി ഇങ്ങനെ ഇറങ്ങും. സംസം കിണറിന് ഒരു പ്രത്യേക മുറി ഉണ്ടാക്കി സെറ്റ് ചെയ്തു. അവിടെ വിശാലമായ ഹൗളും സൗകര്യവും ഏർപ്പെടുത്തി. മഖാം ഇബ്രാഹിമിന് വേറെ കെട്ടിടമുണ്ടാക്കി. ഒക്കെ ചെയ്തു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു. യൂറോപ്പിൽ നിന്ന് ഹജ്ജിന് വരുന്നവര് പതിനായിരക്കണക്കായ ആളുകൾക്ക് അവർ സൗകര്യം ചെയ്യുകയും ആഘോഷം നടത്തി കൊടുക്കുകയും ചെയ്തു. എവിടെ? ഇസ്താൻബുളിലെത്തിയാൽ ആഘോഷം. ആലിമീങ്ങൾ നേതൃത്വത്തിൽ നസ്രിയത്ത് ആഘോഷം. യൂറോപ്പിൽ നിന്ന് ഹാജിമാര് വരിക. 10,000-കണക്കായ ഹാജിമാര് ഇങ്ങനെ വരും. എവിടെ നിന്ന്? നോർവേ മുതൽ ഇങ്ങനെ കയറി വരിക. എങ്ങോട്ട്? യൂറോപ്പിലേക്ക്. എല്ലാ സൗകര്യം ചെയ്തു. യൂറോപ്പിൽ നിന്ന് വരിക. എങ്ങോട്ട്? ഇസ്താൻബുളിലേക്ക്. എന്നിട്ട് അവിടുന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചിങ്ങനെ ഹജ്ജിന് വരിക. അവർ കിസ്വയും കൊണ്ടുവരും. കിസ്വക്ക് സ്വർണ്ണനൂല് കൊടുത്തയച്ചു. ആ സ്വർണ്ണനൂല് മക്കയിലെ ഷരീഫാത്തുകൾ കിസ്വയിൽ കോർക്കും. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഹറമിൽ ഉപയോഗിക്കാൻ പ്രത്യേകം തരം മെഴുകുതിരികള് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കി. മെഴുകുതിരികൾ, ആ മെഴുകുതിരികളാണ് യൂറോപ്പിന്റെ വലിയൊരു ശതമാനം ഇവരുടെ കയ്യിൽ. വലിയ മെഴുകുതിരി ഉണ്ടാക്കും ഹറമിൽ കത്തിക്കാൻ. അത് ഹറമിലേക്ക് കൊടുത്തേക്കും. വലിയ വലിയ തൂക്കുവിളക്കുകള്, വലിയ വലിയ കാർപ്പറ്റുകള്. ഇന്നും ലോക പ്രശസ്തമായ കാർപ്പറ്റ് തുർക്കിയുടേതാണ്. ഈ ശൈലി തുർക്കിക്ക് ഇവിടുന്ന് കിട്ടി. ഹറമിന് വേണ്ടി കാർപ്പറ്റ് ഉണ്ടാക്കി പഠിച്ചതാ. പരിശുദ്ധ മക്കക്കും മദീനക്കും ഏറ്റവും കൂടുതൽ കാർപ്പറ്റ് ഉണ്ടാക്കിയത് തുർക്കികളാണ്. അതുകൊണ്ട് ഇന്നും ലോകത്തെ ഏറ്റവും വലിയ കാർപ്പറ്റ് തുർക്കിയുടേതാണ്. ഏറ്റവും കലാപരമായ കാർപ്പറ്റ് തുർക്കിയുടേതാണ്. മാർക്കറ്റിൽ ഏറ്റവും അന്വേഷിക്കുന്ന കാർപ്പറ്റ് തുർക്കിയുടേതാണ്. ഏറ്റവും വിലയുള്ള കാർപ്പറ്റും തുർക്കിയുടേതാണ്. നല്ല വർക്കായിരിക്കും. അത് ഇവിടുന്ന് ഒരു ബർക്കത്ത്. ഒരു നാട്ടുകാർക്ക് ഒരു ബർക്കത്ത്, ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു ഒരിക്കലും ബർക്കത്ത് കൊടുക്കുക. തുർക്കി കാർപ്പറ്റിന് അള്ളാഹു കൊടുത്ത ബർക്കറ്റാണിത്. ഇന്ന് ലോകത്ത് എത്ര വിലയാണെങ്കിൽ കാർപ്പറ്റ് വാങ്ങാൻ ആളുണ്ട് തുർക്കിക്കാർക്ക്. തുർക്കിക്കാർക്ക് കാർപ്പറ്റ് മാത്രം ലോക രാജ്യങ്ങൾ കയറ്റിവിട്ടാലും തുർക്കി കഴിഞ്ഞുവിടും. എവിടുന്ന് കിട്ടിയതാണ്? 2 ഹറമുകൾക്കും നൂറ്റാണ്ടുകളോളം മജ്ജാനൻ വെറുതെ കാർപ്പറ്റ് ഉണ്ടാക്കി കൊടുത്ത തുർക്കികളാണ്. മുഹമ്മദ് രണ്ടാമൻ എന്ത് ചെയ്ത്? ബഹുമാനപ്പെട്ട ഖുബ്ബത്തു സഹ്റ പുതുക്കിപ്പണി, അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം അവർ ചെയ്തു. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറത്തു ഷരീഫയിൽ പ്രത്യേകമായ നിലവിളക്കുകൾ, തൂക്കുവിളക്കുകൾ ഏർപ്പെടുത്തി. രാജാക്കന്മാർ കവിത രചിച്ചു. എത്രയോ രാജാക്കന്മാർ കവിത രചിച്ചിട്ടുണ്ട്. മുഹമ്മദ് രണ്ടാമൻ, അബ്ദുൽ ഹമീദ് ഒന്നാമൻ, മുഹമ്മദ് രണ്ടാമൻ, അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഇവരൊക്കെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്ന കവിതകൾ രചിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വായിക്കാം. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. വിസ്മയകരമായ നേട്ടങ്ങളാണ് അവർ മക്കയിലേക്കും മദീനയിലേക്കും ഏറ്റവും വലിയ നേട്ടങ്ങളാണ് അവർ ചെയ്തത്. വലിയ വലിയ അത്ഭുതകരമായ നേട്ടങ്ങൾ അവർ ചെയ്തു. വെള്ളിപ്പാത്തി ഏർപ്പെടുത്തിയതും അവരാണ്. സ്വർണ്ണപ്പാത്തിയാക്കിയതും അവർ തന്നെയാണ്. എല്ലാം അവർ ചെയ്തു. എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. വിശുദ്ധ ഖുർആനോട് നീതി പുലർത്തി. ആലിമീങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. മക്കയിലും മദീനയിലും 4 മദ്ഹബുകൾ ദർസ്. ആ ദർസിലെല്ലാം അനവധി നൂറുകണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മക്കയിലെ, മദീനയിലെ, ജെറുസലേമിലെ 4 മദ്ഹബുകൾ പഠിക്കുക. ഇസ്ലാമിക തസവുഫ് പഠിക്കുക, അഖീദ പഠിക്കുക. അതിലൊക്കെ ആലിമീങ്ങൾക്ക് രാജാവ് നേരിട്ട് ശമ്പളം കൊടുത്തു. മക്ക, മദീന, ഹിജാസ് എല്ലായിടത്തും, ജെറുസലേമിൽ എല്ലായിടത്തും അനവധി പള്ളികൾ ഉണ്ടാക്കി. അനവധി മഅ്മർ സിനാൻ മാത്രം ഉണ്ടാക്കിയ പള്ളികൾക്ക് കയ്യും കണക്കുമില്ല. ഒരുപാട് പള്ളികൾ ഉണ്ടാക്കി. ഇന്ന് യൂറോപ്പിൽ കാണുന്ന പാലങ്ങൾ
ഏകദേശം ഒക്കെ ഉണ്ടാക്കിയത് ഉസ്മാനികളുടെ കാലത്താണ്. ബെൽഗ്രേഡില്, ബുഡാപെസ്റ്റില് വലിയ വലിയ കോട്ടകള്, പള്ളി, ജലസംഭരണികള്, ഡാമുകള് എല്ലാം അവർ നിർമ്മിച്ചു. മക്കായിൽ, മദീനായിൽ ഇവിടെ എല്ലാം പുതിയ പുതിയ വർക്കുകൾ ഉണ്ടാക്കി. ഓരോ രാജാവും പ്രത്യേകം വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കി. വലിയ പള്ളി ബഹുമാനപ്പെട്ട സുലൈമാൻ ഖാനൂനിയിൽ അദ്ദേഹത്തിന്റെ ഖാനൂനി മസ്ജിദ്, സലീം ഒന്നാമന്റെ പള്ളി, ഇതെല്ലാം അതിനൊക്കെ വലിയ വലിയ പണം ചെലവാക്കി വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കി. യൂറോപ്പിന്റെ നാനാഭാഗത്തും ആയിരക്കണക്കായ പള്ളികൾ ഉണ്ടാക്കി. ആ പള്ളികളിൽ ഏറിയ കൂറും അന്നൊക്കെ അവിടെ ഇഷ്ടം പോലെ മുസ്ലിമീങ്ങളും. എന്തുകൊണ്ട്? ഏത് നാട്ടിൽ പോയി പാർക്കാലോ, അവിടെ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ. സംരക്ഷിക്കുന്നതാരാ? ഉസ്മാനിയ ഖലീഫമാര്. അവരൊരു ഭരണീയനെ ഒരാൾ തൊടൂല്ല. എന്തുകൊണ്ട്? അത്ര പേടിയാണ് ആർക്കും അവരെ. സുലൈമാനിയ സമുച്ചയം 70 ഏക്കറിലാണ് സുലൈമാനിയ സമുച്ചയം ഉള്ളത്. ഇസ്താൻബുളില് പള്ളി, മദ്രസ, അറബി കോളേജ്, യൂണിവേഴ്സിറ്റി 70 ഏക്കറിൽ പ്രവിശാലമായി. പിന്നെയോ ഹോസ്പിറ്റലുകള് എവിടെയോ. യൂറോപ്പിലെ ഏകദേശ നദികൾക്കെല്ലാം എത്രയോ വിശാലമായ നദികൾക്ക് അവർ പാലം കെട്ടി. സരജോവ നദിക്ക് പാലം കെട്ടിയത് അവരാണ്. 4 പാലങ്ങൾ നിർമ്മിച്ചു അവരെന്നെ. ആര്? സുലൈമാൻ അൽ ഖാനൂനി. 1556 റോമൻ പാലം ഉണ്ടാക്കിയത് സുലൈമാൻ അൽ ഖാനൂനിയാണ്. പാമോദിയ പാലം ഉണ്ടാക്കിയത് യൂറോപ്പിൽ 1556 സുലൈമാൻ അൽ ഖാനൂനിയാണ്. ചപ്പാനിയ പാലം 1557 ഉണ്ടാക്കിയത് സുലൈമാൻ അൽ ഖാനൂനിയാണ് യൂറോപ്പില്. ടിസ്ക നദിക്ക് കുറുകെ 1865 പാലം ഉണ്ടാക്കിയത് സുലൈമാൻ അൽ ഖാനൂനിയാണ്. ഇന്ന് ലോകത്തെ ലാറ്റിൻ പ്രദേശത്തെ പാലമാണത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാലമൊക്കെ അതിന്റെ വാസ്തു കലകൾ കാണാൻ വേണ്ടി ലോകത്തിന് നാനാഭാഗത്തും ആളുകൾ വരും. ഏത്? ഈ ടിസ്ക നദിക്ക് കുറുകെ അവരുണ്ടാക്കിയ പാലം AD 1565 സുലൈമാൻ ഖാനൂനി പൂർത്തിയാക്കിയ പാലം കാണാൻ ഇന്നും വിദേശ സഞ്ചാരികൾ വരുന്നു. റാഡപ്പോളിയ നദികളിൽ യൂറോപ്പിൽ അവർ പാലം ഉണ്ടാക്കി. മോസ്താറിലെ ക്രിവ പാലം യൂറോപ്പിൽ, അതും അവർ തന്നെ ഉണ്ടാക്കിയത്. സ്റ്റാലിൻ മോസ്തിലിൽ പാലം ഉണ്ടാക്കിയത് അത് യൂറോപ്പിലാണ്, അതും അവർ തന്നെയാണ്. ഇതെല്ലാം ഇന്ന് യുനെസ്കോയുടെ കീഴിലാണ്. 500 കൊല്ലം മുമ്പുള്ള പാലങ്ങളാണ് ഇതൊക്കെ. ഇന്ന് യുനെസ്കോയുടെ കീഴിലാണ്. എന്തുകൊണ്ട്? ലോകത്തെ പുരാവസ്തുക്കളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. യൂറോപ്പിലെ അനവധി പാലങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് അവരാണ്. ചർച്ചുകൾ, അനവധി പഴയകാല ചർച്ച്. ബാൾക്കൻ രാജ്യങ്ങളിൽ, ബാൾക്കൻ രാജ്യം മുഴുവനും, ബാൾക്കൻ രാജ്യം എന്ന് പറഞ്ഞാൽ കിഴക്കൻ യൂറോപ്പ്, ആ കിഴക്കൻ യൂറോപ്പ് മുഴുവനും ഉസ്മാനികളുടെ കയ്യിലായിരുന്നു. അവിടെ ആയിരക്കണക്കായ ചർച്ചകൾ അവരുണ്ടാക്കി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ആയിരക്കണക്കായ പള്ളികൾ ഉണ്ടാക്കി, 100കണക്കായ സുനഗോഗുകൾ ഉണ്ടാക്കി. അതെല്ലാം അവരെന്നെ ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും അതിന് പ്രത്യേക കലയ, സാരസ കലകൾ, ടർക്കിഷ് കലകൾ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കലയാണ്. എല്ലാ നഗരങ്ങളിലും ഉണ്ട് പബ്ലിക് ബാത്റൂംസ്. പിന്നെയോ ആളുകൾക്ക് താമസം. 7000 മീറ്റർ വിശാലമായ ചത്വരത്തിലായിരുന്നു യൂറോപ്പിലെ ചില പട്ടണങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയത്. എന്തുകൊണ്ട്? അത്രയും വലിയ പട്ടണങ്ങളാണ്. അപ്പൊ ആ പട്ടണങ്ങളിലൊക്കെ ആളുകൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങി. പട്ടണങ്ങളിലെ നിയമങ്ങൾ ഞാൻ വായിച്ചു. പട്ടണങ്ങളിൽ കുതിരയെ നിർത്തിടാൻ പാടില്ല, കുതിര നിർത്താൻ വേറൊരു സ്ഥലം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ നിയമങ്ങൾ. ആ പട്ടണങ്ങളിലെല്ലാം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, പൊതുവായ കുളിപ്പരകൾ ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങൾ, പള്ളികൾ ഉണ്ടാക്കി, എല്ലാം പൊതു കിണറുകൾ ഉണ്ടാക്കി. ഇതെല്ലാം അവരെന്നെ ഏർപ്പെടുത്തിയത്. ഇതിനെല്ലാം ഏകദേശ വർക്കുകൾക്കെല്ലാം മഅ്മർ സിനാൻ നേതൃത്വം നൽകി. രാജസ്ഥാനത്തിൽ രാജാവിനെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ആദരിക്കപ്പെടുന്ന ഒരാളായിരുന്നു മഅ്മർ സിനാൻ. എന്തുകൊണ്ട്? മക്കായിലും മദീനായിലുമുള്ള ഏകദേശ വർക്കുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് മഅ്മർ സിനാനാണ്. ഈ സിനാൻ ഗ്രീക്ക് ക്രിസ്ത്യാനിയാണ്. പിന്നെ ഇസ്ലാമിൽ ആകൃഷ്ടനായി മുസ്ലിമായതാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. പിന്നെ ഇസ്ലാമിൽ ആകൃഷ്ടനായതാണ്. ലോകം കണ്ട മൈക്കൽ ആഞ്ചലോവിനേക്കാൾ വലിയൊരാളാണ്. യൂറോപ്പുകാർ എന്തുകൊണ്ട് സിനാനെ പ്രശംസിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇന്നും യൂറോപ്പിലെ സിനാനെ പറ്റി പറയുന്ന അനവധി ഗ്രന്ഥങ്ങളുണ്ട്. സിനാൻ ശില്പിയാണ്. ആരുടെ? വലിയ ആർക്കിടെക്റ്റാണ്. ആരുടെ? സുലൈമാൻ ഖാനൂനിയുടെ. പിന്നെ യൂറോപ്പ് അദ്ദേഹത്തെ വളർത്താതിരിക്കാൻ കാരണം അദ്ദേഹം ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് തരം മാറി. 18, 19, 20 നൂറ്റാണ്ടുകളിൽ ഒരു ഇസ്ലാമിക വിരുദ്ധത ആ പ്രദേശങ്ങളിൽ ചില താല്പര്യക്കാൾ അലയടിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ മഅ്മർ സിനാനെ പോലെയുള്ള ആളുകളുടെ ചരിത്രം മണ്ണിട്ടുപോയി. മുസ്ലിം ലോകത്തിന് 800 കൊല്ലം അവർ അതിർത്തി കാത്തിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ ധർമ്മത്തെയും നീതിയെയും നിലനിർത്തി. ആ ഭാഗം ഞാൻ നാളെ പറയും ഇൻഷാ അല്ലാഹ്. 800 കൊല്ലം അവര് ലോകത്തെ നീതി നിലനിർത്തിയവരാണ് ഉസ്മാനിയ ഖലീഫമാർ. എപ്പോഴെങ്കിലുമൊക്കെ ചില ചള്ളും പിള്ളും ഉണ്ടായിരിക്കും, അതെപ്പോഴും ഉണ്ടാവുമല്ലോ. പൊതുചരിത്രമല്ല, ഉസ്മാനികളുടെ ചരിത്രം നീതിയുടെ ചരിത്രമാണ്. ആലിമീങ്ങളുടെ ചരിത്രം. എല്ലാവരും ആലിമീങ്ങളാണ്, എല്ലാവരും സൂഫികളാണ്, എല്ലാവരും സ്വാലിഹീങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, അബ്ദുൽ ഹാമിദ് രണ്ടാമന്റെ ബാപ്പയാണ് അബ്ദുൽ മജീദ്. അബ്ദുൽ മജീദ് മരണക്കിടക്കയിൽ ആ മരണക്കിടക്കയിൽ മരിച്ചിട്ടുണ്ട്.
മദീനയിലെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഇരിക്കാൻ ആ റിപ്പോർട്ട് ഞാൻ കേൾക്കൂല, എന്തേ അത് മദീനത്തു ത്വയ്യിബ, മദീനത്തു റസൂലില്ലാ. അപ്പൊ മുസ്തഫ നബിയോട് അവർക്കുള്ള ബഹുമാനം എത്രയാ? മുഹമ്മദ് രണ്ടാമൻ കവിത എഴുതിയിട്ടുണ്ട്, അബ്ദുൽ ഹാമിദ് ഒന്നാമനും എഴുതിയിട്ടുണ്ട്, അബ്ദുൽ ഹാമിദ് രണ്ടാമനും എഴുതിയിട്ടുണ്ട് റസൂലുള്ളാഹിനെ പറ്റി. ലോക പ്രശസ്ത കവികള് അറബിയിൽ. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. നൂറ്റാണ്ടുകൾ ആലിമീങ്ങൾ വാഴ പറയുമ്പോൾ ആദ്യം ചൊല്ലിയിരുന്ന ഈ ബൈത്താര ഉസ്മാനി സുൽത്താൻ ഖലീഫയായ അബ്ദുൽ ഹമീദ് ഒന്നാമൻ മദീനയിൽ രചിച്ചതാണ്. ആ ആൾ ആരായിരിക്കും? എന്താ കവിത? ആ കവിത രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എത്ര നൂറ്റാണ്ടുകൾ മനുഷ്യർ ചൊല്ലി. കാണാതെ പഠിക്കണം. അബ്ദുൽ ഹമീദ് ഒന്നാമനാണ് കവിത എഴുതുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ആളുകളും പുറപ്പാട് നടത്തുന്ന ഈ ഭരണാധികാരിക്കെതിരെയാണ്, ഖലീഫക്കെതിരെ. ഇവരെ എങ്ങനെ മുജദ്ദിദ് എന്ന് പറയാം? തമ്മാടി. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. തരുന്നല്ല ഒഴുകാവരി. അത് സുൽത്താൻ ഖലീഫ എഴുതിയ അബ്ദുൽ ഹമീദ് ഒന്നാമൻ. എന്നിട്ടൊരു ബോർഡ് ഉണ്ടാക്കിയിട്ട് കുത്തിവെച്ചു. എവിടെ? റൗള ഷരീഫില്. വഹാബികൾ വന്നവർ കുത്തിക്കളഞ്ഞു. 965 അവസാനത്തെ കുത്തിക്കളച്ച് നടത്തിയത്. കുത്തികളഞ്ഞു. ഇത് يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. يا سيدي يا رسول الله എന്റെ നേതാവേ, എന്റെ നബിയെ, എന്റെ കൈ പിടിച്ചോളണം. മാലി സിവാക വല അൽബി അലാ ഹദി. എനിക്ക് അഭയം തേടാൻ സൃഷ്ടികളിൽ വേറൊരാളും ഇല്ല. എനിക്കെല്ലാം നിങ്ങളാണ്. നൂറുൽ ഹുദാ ഫീ കുല്ലി കായിനത്തിൻ. ഏത് വസ്തുവിലും രൂഢമൂലമായി കിടക്കുന്ന ഹിദായത്തിന്റെ വെളിച്ചം അങ്ങ് മാത്രമാണ്. പാറിപ്പയ്യുന്ന മഴയുടെ രഹസ്യവും അങ്ങനെയാണ്. അവലംബിക്കാവുന്നതിൽ ഏറ്റവും വലിയ മഹാനെ മുത്തുനബിയെ. ഒറ്റ രാത്രികളിലും ഒക്കെ ഇതൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചൊല്ലിയാൽ എന്തായിരിക്കും രസം? എപ്പോഴും യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്ന് പറയണം. കൈ പിടിക്കുന്നത് മുത്തുനബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തന്നെ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് കൈ പിടിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ അത് മുത്തുനബിക്കാണ്. ഇന്നലെ രാത്രി ഇസ്തിഗാസയാണ്. ഇന്നലെ രാത്രി ഇസ്തിഗാസ ചെയ്തിട്ടാണ് ഈ വേദന വരുന്നത്. ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അള്ളാഹുവിന്റെ റസൂലിനോട് മദീനയുടെ ഭാഗത്തേക്ക് ഞാൻ നോക്കി പറഞ്ഞിട്ടുണ്ട്. മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് പറയാം. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. കാനൂനിൽ വസിയത്ത് പറയാനുണ്ട്. അതിന് അല്പമുള്ളത് ഞാൻ നാളത്തെ പ്രഭാഷണത്തിൽ പറയും. 800 കൊല്ലം മുസ്ലിം അതിർത്തി കാവൽക്കാർ ഉസ്മാനികളായിരുന്നു. അവരെ നശിപ്പിച്ചത് സലഫികളും മോഡേണിസ്റ്റുകളുമാണ്. അവർക്ക് മാപ്പ് കൊടുത്തവന് മാപ്പ് കൊടുത്തൂല. അവർക്ക് മാപ്പ് കൊടുത്തവർക്ക് മാപ്പ് കിട്ടൂല. അവരും നമ്മളും തമ്മിൽ നേരിയ തർക്കം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ എല്ലാ മുസ്ലിം നേതാക്കളുടെയും ഇഫ്താർ വിരുന്നുകളിലെ ഏറ്റവും വലിയ ടോക്ക്. എല്ലാ മുസ്ലിം നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഇഫ്താർ വിരുന്നുകളിലെ ഏറ്റവും വലിയ ടോക്കാണ് എന്ത്? നമ്മളെല്ലാം ഒന്നല്ലേ? നമ്മൾ ഇങ്ങനെ തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്നത് എന്തിനാണ്? നമ്മളൊക്കെ ഒന്നാണല്ലോ. നമ്മൾ തമ്മിൽ അത്ര വലിയ അകലമൊന്നും ഇല്ലല്ലോ. ഇത് അള്ളാഹിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിന്റെയും അപ്പുറത്തൊരാളില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അത് മൂല്യരല്ലേ, അത് അതിനേക്കാൾ വലിയ ആളല്ലേ, അങ്ങനെ പറയരുത്. ദീന് എല്ലാവർക്കും ബാധകം. അല്ലെ പിന്നെ ദീനിന്റെ കിതാബൊക്കെ പൂട്ടി വെച്ചിട്ട് നാളെ രാവിലെ ഇവരോട് ചോദിച്ചാൽ മതി ഞങ്ങളെ ജീവിക്കേണ്ടത്. ഇവിടെ ദീന് എന്നൊരു സംഗതി ഉണ്ട്. അതിന് വഴിപ്പെട്ട മൂല്യർക്ക് നല്ലതാണ്, തങ്ങൾ വഴിപ്പെട്ട തങ്ങൾക്ക് നല്ലതാണ്, ഇല്ലെങ്കിൽ കേടാണ്. 800 കൊല്ലം മുസ്ലിം അതിർത്തിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച ഒരു ജനതയെ നിഷ്കാസനം ചെയ്തു. അവർ ഖലീഫമാരായിരിക്കുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ സഊദുമായി കരാറിലേർപ്പെട്ടു. 1794 ഈ ഖിലാഫത്ത് തകർക്കാൻ. അവസാനത്തെ ഖലീഫയെ ഗ്രീസ് എന്ന നാട്ടിലേക്ക് നാട് കടത്തിന് 1909 ഈ 2 നൂറ്റാണ്ടിനിടയിൽ അവരെടുത്ത പണി ഖിലാഫത്ത് തകർക്കാനാണ്. ഈ ഖിലാഫത്ത് ആരാണ്? യൂറോപ്പിൽ ആയിരക്കണക്കിന് പള്ളി ദർസും ഉണ്ടാക്കിയ ഖിലാഫത്ത്.
അത് മുത്തുനബി സ്വപ്നം കണ്ട ഖിലാഫത്താണ്. മുത്തുനബി സ്വപ്നം കണ്ടിട്ടുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ ഖിലാഫത്ത്. ഉമ്മു ഹറാം ബീവിയെ നേരം വൈകുകയാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് പറയട്ടെ, മഹദിയായ ഉമ്മു ഹറാം ബീവി എന്ന് പറഞ്ഞാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി ബന്ധത്തിലുള്ള ഒരു അമ്മായിയാണ്. ഉമ്മു സുലൈം ബീവിയുടെ ഏട്ടത്തിയാണ് ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹ. ഈ ഉമ്മു ഹറാം ബീവിയോട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉമ്മു ഹറാം ബീവിയുടെ വീട്ടിൽ ഉറങ്ങുക. മുത്തു മുഹമ്മദ് മുസ്തഫ ഉമ്മു ഹറാം ബീവി ഭയങ്കര മടിയാ. ആര് യുദ്ധത്തിന് പോവുകയാണെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് അവർ കൂടെ പോകും. എന്തിനാണ്? യുദ്ധക്കാലത്ത് യുദ്ധം ചെയ്യാനല്ല, മുറി പറ്റിയാൽ ശുശ്രൂഷിക്കുക, വെള്ളം വേണ്ടവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. ഇതിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. അവര് ഉഹദ് യുദ്ധത്തിലടക്കം ഓടിച്ചെന്നു. എന്തിന്? പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ. അവരെ വീട്ടിൽ മുത്തു മുഹമ്മദ് മുസ്തഫ ഉറങ്ങാൻ കിടന്നു. അങ്ങനെ പിന്നീട് ഉണർന്നു. ഓഹോ അല്ലാഹു റസൂല ചിരിക്കുക. അപ്പോൾ ഉമ്മു ഹറാം ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ ഇപ്പോൾ ചിരിക്കാനുള്ള കാരണം എന്തേ? ഫഖാല, അപ്പൊ ഹബീബായ നബി പറഞ്ഞു, ഈ ഉറക്കിൽ അല്ലാഹു എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. അമ്പിയാക്കന്മാരുടെ സ്വപ്നമെല്ലാം യാഥാർത്ഥ്യമാണ്. ശരിക്കും ഭയങ്കര അത്ഭുതമാണ്. സ്വപ്നം കാണിച്ചു തന്നു അല്ലാഹു എനിക്ക്. എന്ത്? എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം എന്റെ മേൽ അവരെ അള്ളാഹു കാണിച്ചു തന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നതായിട്ട്. ഈ കടപ്പുറത്ത് നിന്ന് അവർ കപ്പൽ കയറും, എന്നിട്ട് അവർ അങ്ങോട്ട് പോകുന്നതാണ്. കപ്പൽ കയറി കടലും കടന്ന് അവർ യുദ്ധത്തിന് പോകുന്ന ഒരു ജനതയെ കാണിച്ചു തന്നു. ഇവരാരാന്നറിയോ? ഇവർ മുആവിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് സൈപ്രസിലേക്ക് യുദ്ധത്തിന് പോയ സൈന്യത്തെയാണ് നബി നേരത്തെ പ്രവചിച്ചത്. സൈപ്രസ് എവിടെയെന്നറിയില്ലേ? ഇത് ഏഡൻസ്, ഇത് സൈപ്രസിലേക്ക് യുദ്ധത്തിന് പോകും. എന്റെ സൈപ്രസിലേക്ക് പോകുന്ന ഒരു ടീമാണത്. യൂറോപ്പിലെ സൈപ്രസിലേക്ക് യുദ്ധത്തിന് പോകുന്ന സ്വഹാബികളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. അന്ന് ഉമ്മു ഹറാം ബീവിയുടെ വീട്ടിൽ ഉറങ്ങാം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ അമ്മായിയുടെ വീട്ടിൽ. ഇങ്ങനെ ചിരിക്കുന്നു വെച്ചു. ഒരു സംഘം ആളുകൾ യൂറോപ്പിലേക്ക് യുദ്ധത്തിന് പോകുന്നവർ, അവര് കടലും കടന്ന് അങ്ങനെ ദിക്കുകളും കടന്ന് യുദ്ധത്തിന് പോകും. ഈ യുദ്ധത്തിന് പോകാൻ വേണ്ടി മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് സൈന്യം പോകുന്നത്. റളിയല്ലാഹു അൻഹു സൈപ്രസിൽ പോയി കടലും കടന്നു പോയി. അതിൽ വലിയ സംഭവം എന്താണെന്നറിയോ? കടലേക്ക് തന്നെ സൈപ്രസ്. ഇന്ന് സൈപ്രസ് രണ്ടാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി പ്രദേശങ്ങളെല്ലാം പിടിച്ചടക്കി ആര്? ബ്രിട്ടൻ. ആ കൂട്ടത്തിൽ സൈപ്രസ് ആരുടെ കയ്യിലായി? ബ്രിട്ടന്റെ കയ്യിലായി. പിൽക്കാലഘട്ടത്തിൽ തുർക്കി സൈപ്രസിനെ അല്പഭാഗം വാങ്ങിയിട്ടുണ്ട്. സ്വയം റിപ്പബ്ലിക്കാണ്. അപ്പുറത്ത് തുർക്കിക്ക് കീഴില്ല. പള്ളി മദ്രസയും സൈപ്രസിലാണ് മക്ബറ. ആരുടെ? യൂറോപ്പിലെ സൈപ്രസിലെ മക്ബറ ആരുടെ? റസൂലുള്ളാഹിന്റെ അമ്മായിയുടെ ഉമ്മു ഹറാം ബീവി. ഈ മക്ബറ കിട്ടിയതായ അവര് യുദ്ധത്തിന് പോയി. ഉമവിയ കാലത്ത് കുറച്ചു കാലം മുസ്ലിമീങ്ങൾ അവിടെ ഭരിച്ചു. പിന്നീട് നഷ്ടപ്പെട്ടു പോയി. പിന്നെ റോമക്കാർ കയ്യേറി, ഗ്രീക്കുകാരും. പിന്നെ കാലഘട്ടത്തിൽ സൈപ്രസ് മോചിപ്പിക്കുന്ന ആരാ? ഉസ്മാനികൾ. സൈപ്രസ് മോചിപ്പിക്കാൻ വേണ്ടി സൈപ്രസിലെ വിഷയത്തിൽ ഉസ്മാനികളോട് യുദ്ധത്തിന് വന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു ലോക പടയാണ്. സലീം രണ്ടാമന്റെ കാലത്താണ്. കാനൂനിയുടെ മകനാണ് സലീം രണ്ടാമൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് സൈപ്രസിന് വേണ്ടിയുള്ള സമരം. AD 1570 മുതൽ 1573 വരെ. ഈ യുദ്ധത്തിൽ യൂറോപ്പ് മുഴുവൻ ഒരു ഭാഗത്ത്. ആരൊക്കെ? വെനീസ് സാമ്രാജ്യം, സ്പാനിഷ് സാമ്രാജ്യം, നേപ്പിൾസ് സാമ്രാജ്യം, സിസിലി സാമ്രാജ്യം, ഇറ്റാലിയൻ സാമ്രാജ്യം, ജനുവ സാമ്രാജ്യം, ഡച്ച് സാമ്രാജ്യം, ഉർബിനോ സാമ്രാജ്യം, സാവോയ് സാമ്രാജ്യം, മാൾട്ട സാമ്രാജ്യം, ഗ്രീക്ക് പടയാളികൾ വേറെ. ആകെ യൂറോപ്പിൽ അന്ന് ഈ യുദ്ധത്തിൽ യൂറോപ്പിയുടെ പക്ഷത്തിൽ നിൽക്കാത്തത് ഒരു ഫ്രാൻസ് മാത്രമാണ്. എനിക്ക് കാരണമുണ്ട്. യൂറോപ്പ് ഫ്രാൻസിന്റെ രാജാവിനെ അടിമയാക്കിയപ്പോൾ രക്ഷപ്പെടുത്തിയത് ആരാ? ഉസ്മാനികളാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നോക്കൂ നിങ്ങൾ, ഒരു ലോകം മുഴുവനും അന്ന് കാനൂനി മരിച്ചപ്പോ ഇതിനെ സൈപ്രസിനെ തകർക്കാൻ വേണ്ടി ഇവർ ഒന്നിച്ച് യുദ്ധത്തിന് വന്നു. ഉസ്മാനികളുണ്ട്. ആരൊക്കെ? ഒന്ന് വെനീസ് സാമ്രാജ്യം, സ്പാനിഷ് സാമ്രാജ്യം, നേപ്പിൾസ് സാമ്രാജ്യം, സിസിലി സാമ്രാജ്യം, ഇറ്റാലിയൻ സാമ്രാജ്യം, ജനുവ സാമ്രാജ്യം, ഡച്ച് സാമ്രാജ്യം, ഉർബിനോ സാമ്രാജ്യം, സാവോയ് സാമ്രാജ്യം, മാൾട്ട സാമ്രാജ്യം, ചില ഗ്രീക്കുകാരും. ആകെ അന്ന് ഉസ്മാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാ? ഫ്രാൻസുകാരാ. ഫ്രാൻസുകാർ രസമുണ്ട്. ഫ്രാൻസുകാർ ഈ വിഷയത്തിൽ ആരെ കൂടെ കൂടി? മുസ്ലിമീങ്ങളെ കൂടെ കൂടി ഫ്രാൻസ് ക്രിസ്ത്യാനികൾ. എന്നിട്ട് അവരെ ഓടിച്ചു. അവിടെയാണ് ആരുടെ മക്ബറ? ഉമ്മു ഹറാം ബീവിയുടെ. ഇതെവിടെ? യൂറോപ്പിലെ
ഈ ഉമ്മ എവിടെ ജീവിച്ചത്? മദീന. നിങ്ങൾ എന്താ സ്വഹാബികൾ വിചാരിച്ച്? നാസു മിൻ ഉമ്മത്തി. അപ്പോൾ ഉമ്മഹറാം ബീവി ഹബീബായ നബിയോട് പറയാം, നബിയേ ഹബീബായ നബിയോട് പറയാം, നബി യാ റസൂലല്ലാഹ് ഉദുല്ലാഹ അൻ യജഅലനി മിൻഹും. ആ കൂട്ടത്തിൽ ഞാനും പോകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കി. യൂറോപ്പിലേക്ക് യുദ്ധത്തിന് പോകുന്ന സൈന്യം ഉണ്ടാവും, അവർ വലിയ വിജയം നേടും. എവിടെ? യൂറോപ്പിലെ സൈപ്രസ് രാജ്യത്തെ വിജയം നേടും. ഇത് റസൂലുള്ള പറയാ. അപ്പൊ ഉമ്മഹറാം ബീവിയുടെ വീട്ടിലെ റസൂലുള്ള ഉറങ്ങാ, എണീറ്റിട്ട് പറയും ഉദുല്ലാഹ അൻ യജഅലനി മിൻഹും. ആ സൈന്യത്തിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി ദ്വാരക്കുന്നു. ഉമ്മഹറാം ബീവി ദ്വാരക്കാൻ പറയും. അപ്പൊ അവർ റസൂലുള്ള ദ്വാരന്നിട്ട് പറയാം, എന്താണ്? അതാ നീ അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ള ലേശം കൂടി കിടന്നു. ഫഖഅദ, പിന്നെ എണീറ്റിരുന്നു. ഫളഹക, പിന്നെ നബി ചിരിച്ചു. ആദ്യം റസൂലുള്ള ആ വീട്ടിൽ കിടന്നുറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? എണീറ്റിട്ട് ഈ സ്വപ്നം പറഞ്ഞു. ഉറക്കം കഴിഞ്ഞിട്ടില്ല. റസൂലുള്ള പിന്നെ എന്ത് ചെയ്ത്? കിടന്നുറങ്ങാൻ കിടന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ അതാണ് റസൂൽ അങ്ങനെ എണീക്കാ. നമ്മളോർക്കല്ല. ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. ഇവിടുത്തെ കണ്ണുറങ്ങിയാലും ഖൽബ് ഉറങ്ങുകയില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോ ലേശം നേരം പിന്നെ ഉറങ്ങാൻ കിടന്നു. സുമ്മ ഖഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പിന്നെ എണീറ്റിരുന്നു. ഫതബസ്സമ, പിന്നെ ചിരിച്ചു. അപ്പോൾ മാ യുലഹിഖു യാ റസൂലല്ലാഹ്, എന്ത് നിങ്ങൾ ചിരിക്കണ വെച്ചു? അപ്പോൾ പറഞ്ഞു, നാസു മിൻ ഉമ്മത്തി യുരിദു യൗസാതൻ ഫീ സബീലില്ലാഹ്. വേറെ സംഘം ആളുകൾ, എന്റെ സമുദായത്തിന്റെ ആളുകൾ ഇങ്ങനെ കടലും കടന്ന് യുദ്ധത്തിന് പോകും. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിൻഹും, ഞാൻ ഉൾപ്പെടാൻ വേണ്ടി ദ്വാരക്കീൻ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി അൻത മിനൽ അവ്വലീൻ, അൻതി മിനൽ അവ്വലീൻ. നിങ്ങൾ ആദ്യ കൂട്ടത്തിലേ ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ കൂട്ടത്തിൽ നിങ്ങളില്ല. ആദ്യ കൂട്ടക്കാരാരാ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്തെ മുഅവിയ സംഘം. രണ്ടാമത്തെ കൂട്ടക്കാരാരാ? ഉസ്മാനി ഖലീഫമാര്. അപ്പോഴത്തിന് ഇവർ വഫാത്തായിട്ട് കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടുണ്ട്. മുഹറാം ബീബി സൈപ്രസിൽ മരിക്കുന്നത് AD 7-ാം നൂറ്റാണ്ടിൽ. ഇവര് സൈപ്രസിനെ തിരിച്ചു പിടിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഇതിനിടയിൽ എത്ര കൊല്ലം കഴിഞ്ഞു? ഏകദേശം എത്ര കൊല്ലം കഴിഞ്ഞു? 700 കൊല്ലം കഴിഞ്ഞു. 16-ാം നൂറ്റാണ്ടിൽ. 700 കൊല്ലം അല്ല, 7-ാം നൂറ്റാണ്ടിലാണ് മുഹറാം ബീബി സൈപ്രസിൽ മരിക്കുന്നത്. രണ്ടാമത്തെ സംഘം യുദ്ധം ചെയ്യുന്നത് ഏതിലാ? 16-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഇതിനിടയിൽ 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആ മക്ബറ വെട്ടിത്തെളിക്കുന്നത് ആരാ? ഉസ്മാനികൾ. വലിയ മഹദിയായിരുന്നു, വലിയ മഹദിയ അവര്. ഇന്ന് സൈപ്രസിൽ അനവധി മദ്രസകളും പള്ളികളും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട് ഇന്ന് സൈപ്രസിൽ. ഞങ്ങളുടെ ഏരിയ. നാസിം ഹഖാനി ഈ കഴിഞ്ഞ 2014 മരിച്ച നക്ഷബന്ദി ത്വരീഖത്തിന്റെ വലിയൊരു ശൈഖുണ്ട് നാസിം ഹഖാനി. അദ്ദേഹത്തിന്റെ ബാപ്പ സൈപ്രസിലെ ഈ മക്ബറയിലെ നാലിമായിരുന്നു, അല്ലെങ്കിൽ നാലിർ. 2014 മരിച്ച നക്ഷബന്ദി ത്വരീഖത്തിന്റെ ശൈഖാണ് നാസിം ഹഖാനി. 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന അനവധി അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് നാസിം ഹഖാനി. ഈ നാസിം ഹഖാനിയുടെ ബാപ്പ ഷെയ്ഖ് യാസിബാൻ അൽ ഖാദിരി, ശ്രദ്ധിക്കണേ, അദ്ദേഹം ഉമ്മുഹറാം ബീവിയുടെ മക്ബറയിലെ നാളിറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ യഖ്ളത്തിൽ കണ്ടിട്ടുണ്ട് പലവട്ടവും. ആര്? ഉമ്മുഹറാം ബീവിയെ. ഞാൻ രാവിലെ എണീറ്റ് വരുന്ന നേരത്ത്, തഹജ്ജുദിന്റെ നേരത്ത് അവർ മക്ബറയിൽ നിന്ന് ഖുർആൻ ഓതുന്നുണ്ടാവും. AD 7-ാം നൂറ്റാണ്ടിൽ മരിച്ച മഹദിയെ 20-ാം നൂറ്റാണ്ടിൽ ഞാൻ യഖ്ളത്തിൽ കണ്ടിട്ടുണ്ട്. 1300 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ യഖ്ളത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് ആര്? യാസിബാൻ ഹഖാനി, നാസിം ഹഖാനിയുടെ ബാപ്പ. ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖുമാണ് അവർ. നാസിം ഹഖാനി നക്ഷബന്ദിയാണ്. അപ്പൊ യഖ്ളത്തിൽ കാണുമോ എന്ന കാര്യത്തിൽ സുന്നി മൂല്യന്മാർക്ക് തന്നെ സംശയമാണ്. നിങ്ങൾ എന്തിനാണ് കൂട്ടരെ ഈ വഹാബികൾക്ക് വേണ്ടി ഊടാൻ നടക്കുന്നത്? തലയെ കെട്ടി ഊതുന്നത്. ആ തലയെ കെട്ടിയിട്ട് ഒഴിവാക്കി ഊടുകയാണെങ്കിൽ തിരക്കടില്ല. മരിച്ചുപോയ ആരും യഖ്ളത്തിൽ കാണൂല. നാസിം ഹഖാനിയുടെ ബാപ്പ യാസിബാൻ ഹഖാനി പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. ഇതൊക്കെ ലാസ്റ്റ് റിപ്പോർട്ടാണ്. 1000കണക്കിന് റിപ്പോർട്ടുകളുണ്ട് ഈ യഖ്ളത്തിൽ കാണുന്ന. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ പണ്ട് മരിച്ചവരെന്ന് കാണും. ഇന്ന് അവണ്ണം നമ്മുടെ അവരുടെ റൂഹും ഇവിടെ വരുന്നോർ. അവിടെ ബഹ്ജം എടുത്തു നോക്കി ഇത്ര സംഭവം പറയുന്നുണ്ട്. ഷെയ്ഖ് മുഹൈദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി സദസ്സിൽ റസൂലുള്ളാഹി നിൽക്കുന്നത് കണ്ട എത്ര ആളുകൾ. പുണ്യ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഫിഖ്ഹ് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. എന്നാ ഫിഖ്ഹല്ലേ ആണ് എന്നല്ലത്. തസവുഫിനാലും എല്ലാത്തിനാലും ചുറ്റപ്പെട്ട പശയുള്ള ഫിഖ്ഹാണ്, വരണ്ട ഫിഖ്ഹ് അല്ല. മഹ്ദി ഇമാം വന്നാൽ മഹ്ദി ഇമാമിനെ എതിർക്കൽ വരണ്ട ഫിഖ്ഹിലെ ഫഖീഹുമാരായിരിക്കും. 2 കൂട്ടർ മഹ്ദി ഇമാമിനെ എതിർക്കും. ഒന്ന് വഹാബി ഓറിയന്റഡ് സുന്നികളും വഹാബികളും. വഹാബികൾ ഏതായാലും എതിർക്കും. ദജ്ജാലിനെ ഏറ്റിക്കൊണ്ട് നടക്കൽ വഹാബികളായിരിക്കും. വഹാബികളുടെ നേതാവ്, ഇന്നത്തെ സലഫികളുടെ നാളത്തെ നേതാവ് ദജ്ജാലാണ്. ദജ്ജാലിനെ അവർ ചുമന്നു കൊണ്ട് നടക്കും.
ഞാനിത് വെറുതെ പറയല്ല. വെറുതെ എങ്ങനെ പറയൂ? ഒരു സ്റ്റേജിൽ റമളാൻ മാസത്തിൽ വെറുതെ പറയൂ? എനിക്കതിനെ തെളിവിട്ടില്ല പറയുന്നത്. മഹ്ദി ഇമാമിനോട് ആദ്യം യുദ്ധത്തിൽ വരിക ഇന്നത്തെ സലഫികളായിരിക്കും, വഹാബികൾ. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ യൂറോപ്യന്മാരെ അവരെ എതിർക്കാം, അത് സ്വാഭാവികമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ മഹ്ദി ഇമാമിനെ എതിർക്കൽ ആരായിരിക്കും? മഹ്ദി ഇമാമിനെ എതിർക്കൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ സലഫി വഹാബികളായിരിക്കും. പിന്നെ വരണ്ട ഫിഖഹിന്റെ കുറച്ച് ആളുകളും ഈ ഫിഖഹിൽ കാണുന്ന അപ്പുറമൊന്നും അംഗീകരിക്കൂല. അങ്ങനത്തെ കുറച്ച് വരണ്ട് ഫിഖഹന്മാരും അവരൊക്കെ കാലം ആയി. അതിന്റെ അടയാളമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا رسول الله صلاة والسلام عليك يا رسول الله يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله يا حبيب الله خذ بيدي يا رسول الله في الدنيا والآخرة نغيب بكرمه في الدنيا والآخرة يا رسول الله يا حبيب الله. അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇവൾ പറയുന്നത്. രാജാതിരാജനായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയും റബ്ബിന്റെ ദാസനായ മെഹബൂബായ അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടിയുമാണ്. سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أهدي فأنت نور الهدى في كل كائنتي. ഏത് വസ്തുവിനും ഊഢമൂലമായ ഹിദായത്തിന്റെ പ്രകാശം അങ്ങല്ലേ നബിയേ. وأنت سر الندى يا خير معتمدي. ഏത് മഴയുടെയും ഏത് ചാറ്റൽ മഴയുടെയും ഏത് ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന റഹ്മത്തിന്റെയും രഹസ്യവും അങ്ങല്ലേ നബിയേ. യാ ഖൈറ മുഅ്തമദി. അതുകൊണ്ട് സലഫിസം ഉപേക്ഷിക്കുക. അത് തിന്മയാണ്, അത് കാടത്തമാണ്, അത് ഖവാരിജാണ്. വഹാബികൾ സലഫികൾ ഖവാരിജുകളാണ്. അവരെ അംഗീകരിച്ചാൽ പരലോകത്ത് കുടുങ്ങും എന്ന് യുവാക്കൾ ശ്രദ്ധിക്കുക, ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കുക. ഈ തമ്മാടികളായ താടിവാലന്മാരായ മൗലവിമാർ പറഞ്ഞതിന് വഴിപ്പെട്ട് ആഖിറം നഷ്ടപ്പെടാതിരിക്കുക, ആഖിറം നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു ഭൂലോക കള്ളന്മാരാണ്. സാലിഹീങ്ങളെ നശിപ്പിച്ചിട്ട് തികച്ചും ഒരു പൊളിറ്റിക്കൽ വാർ അവർ നടത്തിയിട്ടാണ് ഇന്നവർ അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ. ഇന്നവർ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഭീഷണി സലഫി സാന്നിധ്യമാണ്. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ.